എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ട്. ഇപ്പോൾ എല്ലാവർക്കും ഏകദേശം കണ്ടവർക്ക് അറിയാൻ പറ്റും, ഞാൻ ഗാന്ധിഭവനിൽ ഉദ്ഘാടനത്തിന് പോയ വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. അവിടെ നിന്നുള്ള കുറച്ച് വൈബും വീഡിയോസും കാര്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ വീഡിയോ കണ്ട് സഹായിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിട്ട് കിടക്കാം. അങ്ങനെ നമ്മളെ കാസറ്റ് ഇട്ട് പാട്ട് വെച്ചപ്പോ എന്റെ ചേട്ടൻ അത് തയ്യ വിളിച്ചാൽ കളഞ്ഞു. എന്താ കാരണം ചേട്ടന്റെ പേര് അതിലുണ്ടായിരുന്നു എന്നാ പറയണത്. മനുഷ്യന്റെ പേരൊക്കെ വെച്ച് പാട്ടുണ്ടാക്കിയിട്ട് മനുഷ്യന് ഇവിടെ തല ഉയർത്തി എനിക്ക് അവസാനം പറഞ്ഞു കിട്ടിയ പോലെ എന്നെ പരിചയപ്പെടുത്താൻ എനിക്ക് പറയാനുള്ളത് 4 മണിക്കൂർ 5 മണിക്കൂറായാലും ഞാനിതുപോലെ നിന്ന് പാടുന്നതാണ്. അതിന്റെ ഗുണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ കുടിക്കുകയും കഴിക്കുകയും ചെയ്യാത്ത ആളാണ്. അതിന് അവസരമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞ ഭാര്യയുടെ വഴക്ക് പറയുന്നില്ല, പക്ഷെ ആർക്കറിയാം ഞാൻ കഴിക്കില്ല. എത്ര തന്നെ നമുക്ക് പ്രചോദനം ഉണ്ടായാലും ഞാൻ കഴിക്കില്ല. എനിക്ക് ചേച്ചിയുടെ പേരെന്ന് പറയുമോ? എൻ്റെ പേര് ശ്രീദേവി. ഞാനിവിടുത്തെ ഓഫീസ് മാനേജറാണ്. 18 വർഷമായിട്ടാണ്. ആണല്ലോ. അമ്മമാരും അച്ഛന്മാരെയൊക്കെ സേഫായിട്ട് നോക്കുന്നത്. ഞങ്ങളുടെ ഒരു വലിയ ടീമുണ്ട്. ഇവിടെ ഒരു 10-300ഓളം പേര് ഇവിടെ ജോലിക്കാരായിട്ടുണ്ട്. അനുഗ്രഹിക്കും നിങ്ങളെ. അപ്പം നമ്മുടെ അമ്മമാരും അച്ഛന്മാരെയും പോലെ തന്നെ ഇവിടെയുള്ള ഈ മക്കൾ ഉപേക്ഷിച്ച ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ടോ? മക്കൾ ഉപേക്ഷിച്ചിരുന്ന് വെച്ചാൽ ന്യായ കാലത്ത് നമുക്കിപ്പം നമ്മുടെ മക്കളെ വളർത്താൻ വലിയ കഷ്ടപ്പാടൊന്നുമില്ല, അല്ലേ? പക്ഷെ അന്നത്തെ കാലത്ത് അവരൊക്കെ പട്ടിണിയൊക്കെ കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് രാത്രിയും പകലും ഒക്കെ കഷ്ടപ്പെട്ട് 8ഉം 10ഉം മക്കളാണ്. ഇന്ന് നമുക്ക് 1-2 പേര് അല്ലെങ്കിൽ 3 പേര്. പക്ഷെ അന്നൊക്കെ 10 മക്കളെയൊക്കെ അത്രയും കഷ്ടപ്പെട്ട് അവർ ഭക്ഷണം കഴിക്കാതെയൊക്കെ വളർത്തിയ മക്കളാണ് അവരിന്ന് നല്ല നില വന്നപ്പോൾ അവർക്ക് അമ്മയും അച്ഛനാണ്. അപ്പം അങ്ങനെയുള്ള അമ്മമാരെ അപ്പം നമ്മൾ അവർക്ക് സ്നേഹം കൊടുക്കണ്ടേ, നമ്മുടെ അമ്മയും അച്ഛനും. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അതായത് മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട്, മക്കളില്ലാത്ത അമ്മമാരുണ്ട്. പിന്നെ എന്താ പറയുന്നത്, കല്യാണം കഴിക്കാതെ ബന്ധുക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ സഹോദരങ്ങളുടെ മക്കളെയൊക്കെ വളർത്തി വലുതാക്കി അവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചവരുണ്ട്. അങ്ങനെയൊക്കെയല്ല. പിന്നെ തെരുവിൽ അലിഞ്ഞ് നടക്കുന്നവർ, ക്യാൻസർ പേഷ്യൻ്റായിട്ടുള്ളവർ, കാഴ്ചയില്ലാത്തവർ, നടക്കാൻ വയ്യാത്തവർ, ഇപ്പം നമുക്ക് കാണാം അവരെയൊക്കെ. ഇത് എല്ലാ തരത്തിലും സംഭവിക്കുന്നത്. നമുക്ക് യൂസഫലി സാർ ഇവിടുത്തെ അമ്മമാർക്ക് വേണ്ടി വെച്ച് തന്ന നമ്മുടെ പുതിയ ബിൽഡിംഗാണ്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തിപ്പോൾ അച്ഛന്മാർക്ക് വേണ്ടിയിട്ട് പുതിയൊരു ബിൽഡിംഗ് വെച്ച് തരുന്നതാണ്. 15 കോടി രൂപ മുടക്കി അദ്ദേഹം ചെയ്യുകയാണ്. ഇപ്പുറത്തെ ബിൽഡിങ് 20 കോടി രൂപ മുടക്കി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഓഗസ്റ്റ് മാസം ജൂലൈ മാസത്തോടു കൂടി ഇതെല്ലാം ഇവിടെ നമുക്കിവിടെ ഒരുപാട് കുട്ടികളൊക്കെ ഇവിടെ വന്ന് കാണാൻ പറ്റും. ഗാന്ധിഭവൻ കാണാനും ഫംഗ്ഷൻ തുടങ്ങിയാണ് അങ്ങോട്ട് പോണോ? അങ്ങോട്ട് ചെല്ല നമുക്കെന്നാ അങ്ങോട്ട് പോവാം. ഗുരുമൊഴികളോരോന്നും ഉള്ളിൽ പതിക്കുവാൻ ഗർവങ്ങളെല്ലാം അകറ്റിടണം. അറിയുന്ന വാക്കുകൾ വേണ്ടുന്ന നേരത്ത് അഗ്നി പോലെ ജ്വലിച്ചിടണം. ആത്മപ്രകാശത്തിൻ ഏതെങ്കിലും വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ
സാക്ഷിയാൽ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആ വഴിക്ക് നീങ്ങണമെന്നും സാക്ഷിയുടെ പ്രിയപ്പെട്ട ഭരണസമിതി അംഗങ്ങൾ തീരുമാനിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രിയപ്പെട്ട ആദരണീയനായ സെക്രട്ടറി ജനറൽ സെക്രട്ടറി തീരുമാനപ്രകാരം എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. വിശിഷ്ടരായ വ്യക്തികളാണ്, പ്രഗത്ഭരായ വ്യക്തികളാണ്, സമൂഹത്തിലെ അവരവരുടെ നിലവാരങ്ങളിൽ പ്രശസ്തി ആർജിച്ചിട്ടുള്ളവരും ആണ് ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. അഭിനന്ദിക്കുകയും അങ്ങേറ്റം ഞാൻ ഈശ്വരനോട് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സാക്ഷിയുടെ വിജയം നമ്മുടെ വിജയം. നമ്മൾ എല്ലാവരും ഒത്തൊരുമയോടുകൂടി തന്നെ ഈ പ്രസ്ഥാനത്തെ എല്ലാവരെയും വേറെ യാതൊരു ഘോഷണമൊക്കെയാണ്. ബുദ്ധിമുട്ടോടുകൂടിയാണ് ഞാൻ അവിടെ വന്നത്. അത് വേറെ ഒന്നുമില്ല, സങ്കടം കൊണ്ടാണ്. എല്ലാവർക്കും അറിയാൻ പറ്റും എൻ്റെ അച്ഛൻ ഞാൻ ജനിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ അച്ഛനമ്മമാരെ പറ്റി പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഫീലിംഗ് ആണ്. അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല, പറഞ്ഞ് വെറുതെ ഇവിടെ പ്രളയം സൃഷ്ടിക്കുന്നില്ല. എനിക്ക് അച്ഛനമ്മമാരോട് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഞാനിവിടെ വന്നത് തന്നെ അവരുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ, അവരോട് കളിക്കാനും ചിരിക്കാനൊക്കെയാണ്. അപ്പോൾ ഞാൻ എന്നും ഇവിടെ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ, എനിക്ക് സമയം കിട്ടുന്ന പോലെയൊക്കെ ഞാൻ ഇവിടെ വരും അച്ഛനമ്മമാരെ കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറയുന്നുള്ളൂ. എനിക്ക് ഇതിക്കുള്ള തമാശയൊക്കെ പറയണമെന്ന് ഓർത്ത, പക്ഷെ വരുന്നില്ല ഒന്നും സങ്കടം കൊണ്ട്. അതുകൊണ്ട് ഇത്രയൊക്കെ പറയാൻ നിർത്തുകയാണ്. താങ്ക് യു. ാണ് തെങ്ങ് കയറ്റം. നമ്മുടെ സ്ത്രീകൾ ഈ ആണുങ്ങളെ മുന്നിൽ തോറ്റു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ ഇവന്മാർക്കൊരു ധാരണയുണ്ട്, ഇവര് വന്ന് തെങ്ങ കയറിയല്ല നമുക്ക് തേങ്ങ കിട്ടത്തുള്ളൂ. അതൊന്നും അല്ല, നമ്മൾ കയറിയാലും തേങ്ങ വീഴുന്നത് കാഴ്ച കൊടുക്കണം. കണ്ടവന്റെ തെങ്ങ്. അപ്പൊ അങ്ങനെ തെങ്ങ് കയറുന്ന ഒരാളായിരുന്നു ഞാൻ. ജയശങ്കരന്റെ വീട്ടിൽ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പം ഞാൻ ചേട്ടാട് പറഞ്ഞു, ചേട്ടായി ഒരു തേങ്ങ ഇട്ട് വന്ന് നമുക്ക് കറി വെക്കണ്ടെന്ന് ചോദിച്ചു. അപ്പൊ രേഷയുടെ പറഞ്ഞു, പിന്നെ ഉള്ള കറിയൊക്കെ വെച്ചാൽ മതി. ഇപ്പൊ തൽക്കാലം എനിക്ക് കൊണ്ടുപോകുമ്പോൾ തല്ലിയാണ് എന്നെ മഴയിൽ മനോരമയിൽ ആദ്യമായിട്ട് കൊണ്ടുപോകണത്. അവിടെ ചെന്നപ്പോ എനിക്ക് അത്ര ഒന്നും വേദാനൊന്നും ഇല്ലായിരുന്നു. 5000 രൂപ അടിക്കണം, പിള്ളേർക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണം, ഉടുപ്പ് മേടിക്കുന്ന ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ തമ്പുരാൻ എന്റെ ഒരു കരുണയായിരിക്കും. കാരണം ഒത്തിരി കഷ്ടപ്പെട്ടതല്ലേ, ഇവിളിഞ്ഞിച്ച് സന്തോഷത്തെ ഓർത്ത് കാണും. അതുകൊണ്ടായിരിക്കും. അപ്പൊ ചേട്ടാ ഇപ്പൊ ചോദിച്ചേ അപമാനിച്ചു കഴിഞ്ഞു പോട്ടെ. അവിടെ ഒത്തിരി ചരിത്രവും കഥകളും ഒക്കെ ഉള്ള ഒരു വലിയ കലാകാരിയാണ്. ആ കലാകാരി ജീവിതത്തിന്റെയും നമ്മളുടെ എല്ലാവരുടെയും മുന്നിൽ ആശംസിക്കുന്നു. അപ്പം സുധിമോൾക്ക് നമ്മളൊരു അവാർഡ് കൊടുക്കുന്നുണ്ട്. അവാർഡ് തുളസി സാർ എത്തിയാൽ ഉടൻ കൊടുക്കും. ലളിത വിജയൻ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ മൊബൈൽ എടുത്തത് സേവ് ആകാതെ പോയതൊക്കെ ഒത്തിരി വീഡിയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എങ്കിലും ഉള്ള വീഡിയോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിടുകയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു തുളസി സാറിനെ പോലുള്ള ആൾക്കാരുടെ കൂടെയൊക്കെ നിന്ന് ഒരു ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിൽ ഏറ്റവും വലിയ സന്തോഷമാണ്. എനിക്ക് ഒത്തിരി സംസാരിച്ചു തുളസി സാറിൻ്റെ അടുത്ത്. ഞാൻ കറുത്ത സുന്ദരിയാണെന്ന് വരെ പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവിടുത്തെ അച്ഛനമ്മമാരുടെ കാര്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സന്തോഷമുണ്ട്, ഭക്ഷണമുണ്ട്, എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും മക്കളുടെ സ്നേഹമില്ലാതാണ് അവർ കഴിയുന്നത്. അത് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ നെഞ്ചിലൊരു പെടപ്പായിരുന്നു. അവിടെ ചെന്നിട്ട് സംസാരിക്കാൻ കൂടി പറ്റണില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക.